ഗോഡ് ബ്ലസ് ടു ഓൾ. എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ ചിന്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ യോഹന്നായുടെ പുസ്തകം 2-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം യോഹന്നായുടെ പുസ്തകം 2-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കെല്ലാം സുപരിചിതമായ വചനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ മിനിസ്ട്രി തുടങ്ങുമ്പോൾ സമയത്ത്, ആ മിനിസ്ട്രി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സേവനം ചെയ്യാനായിട്ട് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം കാനാവിലെ, അതായത് ഗലീൽ നാട്ടിലെ കാനാവ് നാട്ടിൽ അദ്ദേഹം എത്തി. അവിടെ ഒരു കല്യാണത്തിന് എത്തിക്കഴിയുമ്പോൾ ആ കല്യാണത്തിന് എത്തുമ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മാതാവും മറിയവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം അവിടെ ചെന്ന സമയത്ത് കണ്ട കാഴ്ച, അവിടെ വീഞ്ഞ് വിളമ്പാനായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ മാതാവ് പറയുന്നു, വീഞ്ഞ് തീർന്നുപോയി. അന്നേരം അദ്ദേഹം യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ സമയമായിട്ടില്ല, സമയമാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യത്തെയാണ് ഇപ്പോൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ മൊത്തം 11 വേർഡ്സ് നമുക്ക് അതിൻ്റെ അകത്ത് 1-11 വരെ നമുക്ക് വാക്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ ഈ പ്രകാരമാണ് നമുക്ക് സാധിക്കുന്നത്. അതായത് നമ്മൾ യോഹന്നായുടെ പുസ്തകം 20-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമുക്ക് ഇതുപോലെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്? നമ്മളൊന്ന് പരിശോധിക്കാം. എന്താണ് 30-ാം വാക്യത്തിൽ പറയുന്നത്? അതായത് യേശു ഒത്തിരിയും ചിഹ്നങ്ങളും അതിശയങ്ങളും ശിഷ്യന്മാരെ കാണിച്ചു. അത് ഒത്തിരിയൊന്നും ഈ ബുക്കുകളിൽ, ബൈബിളിൽ എഴുതാൻ സാധിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അതിശയങ്ങൾ പബ്ലിക് ജീവിതത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു അതിശയകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം അടയാളത്തിൽ കൂടെയും അതിശയങ്ങളിൽ കൂടി പബ്ലിക്കിൽ കാണിക്കാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ അകത്ത് അത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹിമയും അതോടൊപ്പം തന്നെ യഹോവയുടെ അതിശയകരമായ ശക്തികൾ അവിടെ പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ യോഹന്നായുടെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നു, വീഞ്ഞ് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ മാതാവ് പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ സമയമായിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ യോഹന്നായുടെ പുസ്തകം 2-ാം അധ്യായം 5 വായിക്കുമ്പോൾ, 2-ാം അധ്യായം 5-ാം വെർഷനിൽ വായിക്കുമ്പോൾ മറിയം ശിഷ്യന്മാരോട്, സേവകനോട് പറയുന്നു, അദ്ദേഹം എന്തു പറയുന്നു അത് മാത്രം നിങ്ങൾ ചെയ്യുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞ് കൊടുക്കുന്നു. അത് എന്താ വെച്ചാൽ മറിയത്തിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു സമയമാകുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കും. ആ കല്യാണത്തിൽ വേണ്ട സന്തോഷങ്ങളും ആ കല്യാണത്തിന് വേണ്ട കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് വേണം ആ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നുള്ളത്. നമ്മൾ യോഹന്നായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ 8-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നുണ്ട്, 6 കൽപ്പരണികൾ എടുത്തുകൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക എന്ന് പറയുന്നു. ആ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ച് അത് അവിടെ വിളമ്പുന്ന പ്രധാനികളുടെ അടുത്ത് അത് കൊണ്ട് കൊടുക്കാനായിട്ട് അദ്ദേഹം ഓർഡർ ചെയ്യുന്നു. അത് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. നമ്മൾ യോഹന്നായുടെ പുസ്തകം 2-ാം അധ്യായം 9-10 വരെയിൽ നമ്മൾ വായിക്കുന്നു. അതായത് വെള്ളത്തിനെ വീഞ്ഞാക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതും ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സാധാരണ വീഞ്ഞുകളൊക്കെ ആദ്യം വിളമ്പുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും, പക്ഷേ പിന്നീട് വിളമ്പുമ്പോൾ നല്ല ക്വാളിറ്റി വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം വിളമ്പുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി വീഞ്ഞായിരുന്നു എന്ന് അവിടെ ഈ വിളമ്പുകാരായിട്ടുള്ള പ്രധാനികൾ ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്ക് യോഹന്നായുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് യേശുക്രിസ്തു അവിടെ വെള്ളത്തിനെ വീഞ്ഞാക്കിയെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പ്രകടിപ്പിച്ച അതിശയവും അതോടൊപ്പം തന്നെ ചിഹ്നങ്ങളും മിറക്കിളുമാണ് അവിടെ കാണിച്ചത്. അത് യഹോവയുടെ
മഹിമയെ പ്രകടിപ്പിക്കുന്ന ഒരു അവസരമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ശിഷ്യന്മാർക്ക് യഹോവയുടെ കൂടുതൽ വിശ്വാസങ്ങളാണ് വർദ്ധിച്ചത്. നമ്മളിവിടെ കാണുന്നത് വെള്ളത്തിനെ വീഞ്ഞാക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു പരിവർത്തനത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ആ പരിവർത്തനം നമ്മുടെ സാധാരണ പരിവർത്തനത്തിൽ നിന്ന് ഒരു അസാധാരണമായ പരിവർത്തനം ആണ് നമ്മളവിടെ കാണുന്നത്. അതായത് സാധാരണ വെള്ളത്തിൽ നിന്ന് ഒരു അസാധാരണമായ വീഞ്ഞ് അവിടെ ഉൽപ്പാദിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന് എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. വെള്ളം എന്ന് പറയുന്നത് നമ്മളവിടെ മനസ്സിലാകുമ്പോൾ സാധാരണ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ്. അപ്പം അതേസമയം വീഞ്ഞെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും പുതിയ ഉടമ്പടിയുടെയും ഒരു പ്രതീകമാണ്. എന്താ വെച്ചാൽ പഴയ ഉടമ്പടിക്കകത്ത് അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ വ്യവസ്ഥയുടെയും ഉടമ്പടിയായിരുന്നു. പക്ഷേ പുതിയ ഉടമ്പടി വന്നപ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ ഉടമ്പടിയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ഉടമ്പടി അവിടെ യേശുക്രിസ്തു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ അടയാളം നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം നമ്മളങ്ങനെ അത് അപ്പോൾ യേശുക്രിസ്തു പറയുന്ന അവിടെ മാതാവിനോട് പറഞ്ഞ ഈ പ്രകാരമാണ്, എൻ്റെ സമയം വന്നിട്ടില്ല എന്ന് വചനത്തിൽ 4 നമ്പർ വചനത്തിൽ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പറച്ചിലിനർത്ഥം ഞാൻ ക്രൂശിൽ കയറാനുള്ള സമയം എൻ്റെ അതിലുള്ള ആ മഹിമ എനിക്ക് കാണിക്കാനായിട്ടുള്ള സമയം വന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത ഓരോ അതിശയകരമായ പ്രവൃത്തിയും യഹോവയാൽ ത്രൂ ആണ് ചെയ്തതെന്നുള്ളതും അവിടെ വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു യഹോവയുടെ പുത്രനാണെന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിയത്തിന് ഇങ്ങനെ പറഞ്ഞ സമയത്ത് മറിയത്തിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു മകനായ യേശുവിനെ. അതായത് അദ്ദേഹത്തിന് ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും എന്തും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടു തന്നെ ഞാൻ അവിടെ നിന്നുള്ള ശിഷ്യന്മാരോട് പറഞ്ഞത്, അദ്ദേഹം എന്തു പറയുന്നു അത് നിങ്ങൾ ചെയ്യുക മാത്രം ചെയ്താൽ മതി എന്ന് പറയും. ആ വിശ്വാസമാണ് അവിടെ, ഉറച്ച വിശ്വാസമായിരുന്നു അവിടെ. ഇന്ന് നമ്മൾക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വെച്ചാൽ വിശ്വാസത്തിനെ പറ്റിയാണ് കൂടുതൽ പഠിക്കേണ്ടത്. ഒരു ഓർഡർ നമുക്ക് തന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു നമുക്ക് എന്ത് ഓർഡർ തരുന്നു അതിനെ പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് അത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിശ്വാസവും ഓർഡറിനെയും, അതായത് അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അതായത് അദ്ദേഹത്തിൻ്റെ എന്ത് നമ്മൾ പറയുന്നോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു 6 കല്ലുപണികൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞ് ആ കൽപ്പണി യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ശുദ്ധീകരണത്തിൻ്റെ വ്യവസ്ഥ വരുമ്പോൾ, കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ കൽഭരണിയിൽ അത് നിറച്ച് 6 എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളൊരു കാര്യമല്ല. പക്ഷെങ്കിൽ യേശുക്രിസ്തു ആ കൽപ്പണിയിൽ 6 കൽപ്പണിയിൽ വെള്ളമൊഴിച്ച് ഉത്തമമായ ഒരു വീഞ്ഞ് അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയാണ് അവിടെ യേശുക്രിസ്തു അവിടെ സ്ഥാപിച്ചത്. അത് യഹൂദന്മാർക്കത് മനസ്സിലാവുക ചെയ്ത്, ശിഷ്യന്മാർക്കത് മനസ്സിലായി. അങ്ങനെ ശിഷ്യന്മാർ അവിടെ വെച്ച് ഈ കാണിച്ച അതിശയത്തിനെ കണ്ട് അദ്ദേഹം അവർ ഉറച്ച വിശ്വാസത്തിലേക്ക് അവർ കൂടെ നടന്നു. നമ്മൾ ആത്മീയപരമായിട്ട് നമ്മൾ ഇതിനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണിക്കാൻ സാധിക്കും, യേശുക്രിസ്തു എപ്പോഴും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും അറിയാം. അതുകൊണ്ട് വീഞ്ഞിൻ്റെ കുറവ് അവിടെ യേശുക്രിസ്തു അവിടെ വന്നപ്പം തന്നെ യേശുക്രിസ്തുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു അവിടെ ശിഷ്യന്മാർക്ക് ഓർഡർ കൊടുത്ത് ആ അതിശയകരമായ കാര്യങ്ങൾ അവിടെ അദ്ദേഹം അവിടെ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അതിശയമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ ആദ്യത്തെ അതിശയമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഈ അതിശയം നമുക്ക് വെള്ളത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യം അവിടെ തുടങ്ങിയത്. ഈ വെള്ളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന അതിശയം വളരെ ശുദ്ധീകരണത്തിൻ്റെ അതിശയമാണ്. അത് നമുക്ക് പ്രധാനികളായിട്ടുള്ള ആൾക്കാരത് കണ്ടു കഴിഞ്ഞപ്പം അവർക്കത് മനസ്സിലായി ഏറ്റവും ഉത്തമമായ ഒരു വീഞ്ഞാണെന്ന്. അപ്പം യേശുക്രിസ്തു അത്ര ഉത്തമമായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് അവർക്ക് അവിടെ പിടികിട്ടി. ഉത്തമമായ വ്യക്തി ത്രൂവിൽ ഉത്തമമായ വീഞ്ഞുണ്ടാക്കി തരാൻ സാധിച്ചത്. അപ്പം അവിടെ ഒരു കല്യാണം എന്ന് പറയുന്നത് അത് സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് കാണപ്പെടുന്നത്. യേശുക്രിസ്തു അവിടെ ഒരു ദൈവത്താൽ ഉറക്കപ്പെട്ടിരിക്കുന്ന ഒരു കല്യാണം ഭംഗിയായ രീതിയിൽ നടത്തുവാനായിട്ട് യേശുക്രിസ്തു അവിടെ പ്രസൻറ്റായി
ആ പറയുന്ന കല്യാണത്തിനെ ആനന്ദകരമാക്കി തീർക്കുവാനായിട്ട് യേശു ക്രിസ്തുവിന് അത് സാധിച്ചു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇത് ഈ വചനത്തിൽ കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ഒരു വീഞ്ഞ് എന്ന് പറയുന്ന ഒരു യഹൂദന്മാരുടെ ജീവിതത്തിൽ മുന്തിരിച്ചാർ എന്ന് പറയുന്നത് അത് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു അവസ്ഥയിൽ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ആ സമയത്ത് യേശു ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി അവിടെ ഉള്ളവരെല്ലാം നിന്നു. അങ്ങനെ നിന്നതുകൊണ്ട് ആ വിശ്വാസത്തിൽ നിന്നതിൻ്റെ പ്രതീകമായിട്ട് അവിടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരവസ്ഥയിലേക്ക് ആ സാഹചര്യം നീങ്ങിപ്പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു പ്രയത്നം കണ്ട് ഒരു അസാധാരണമായ ഒരു റിസൾട്ടാണ് അവിടെ യേശു ക്രിസ്തുവിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യേശു ക്രിസ്തു ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹം യഹോവയുടെ ഒരു പുത്രനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അൺലിമിറ്റഡായിട്ടുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അൺലിമിറ്റഡായിട്ടുള്ള കഴിവുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വിശ്വാസത്തിലും നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിയുമ്പോൾ, നമ്മൾ പ്രയത്നിക്കുമ്പോൾ നിശ്ചയമായിട്ടും യഹോവ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ബ്ലെസ്സിങ്സ് തന്ന് നമ്മുടെ ആ ബ്ലെസ്സിങ് കൂടി നമുക്ക് ഉത്തമമായ രീതിയിൽ നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ ഉണ്ടല്ലോ അസാധാരണമായ നമ്മുടെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. എങ്ങനെ നമുക്ക് ആ കാനാവ് കല്യാണത്തിൽ വെള്ളത്തിനെ വീഞ്ഞാക്കിയോ അസാധാരണമായ കാര്യം ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത് ഇത് കൂടി യഹോവ വെറും ഒരു മിറക്കിൾ കാണിക്കുകയല്ല മാത്രം ചെയ്തത്, നേരെ മറിച്ച് യഹോവ അവിടെ സ്ഥാപിച്ചു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പിതാവാണെന്നും യേശു ക്രിസ്തു എൻ്റെ മകനാണെന്നുള്ളതാണ് അവിടെ യഹോവ കാണിക്കാൻ സാധിച്ചത്. ഈ ഒരു പരിവർത്തനം യേശു ക്രിസ്തുവിൽ കൂടി വന്നപ്പോഴത്തേക്ക് ഇത് അസാധാരണമായ പരിവർത്തനം ഉണ്ടായപ്പോൾ അത് ആനന്ദത്തിൻ്റെ സ്രോതമായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവിടെ എല്ലാവരും സങ്കല്പിച്ചത്. അങ്ങനെ ഒരു ഓർഡറിൽ കൂടി നമ്മൾ ദൈവത്തിൻ്റെ ഓർഡർ മാനിച്ച് നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം പരിവർത്തനം ഉണ്ടായി നമ്മൾ അസാധാരണ ജീവിതം നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്, മുഖ്യ സന്ദേശമായിട്ട് നമുക്കിത് മനസ്സിലാക്കേണ്ടത്, എന്തവൻ പറയുന്നോ അത് നമ്മൾ കേട്ടിരിക്കണം. അതാണ് മാതാവും മറിയം പറഞ്ഞത് ശിഷ്യന്മാരോട്. നമുക്ക് യോനയുടെ 2-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്, എന്ത് പറയുന്നു അത് കേൾക്കുക എന്ന് പറയും. ആ വിശ്വാസത്തിൻ്റെയും ബ്ലെസ്സിങ്സിൻ്റെയും താക്കോലാണ് നമുക്ക് ആ വിശ്വാസത്തിൽ കൂടി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ താക്കോൽ വാങ്ങിക്കാനും ആ ഉറച്ച വിശ്വാസത്തിൽ കൂടി ജീവിച്ച് നമ്മൾ ആ താക്കോൽ നമ്മുടെ കരസ്ഥമാക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരായിത്തീരണം. അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ പരിവർത്തനമായി തീരുന്ന സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ജീവിതമായി മാറാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ഇത് ആദ്യത്തെ ഒരു ചിഹ്നങ്ങൾ, ഒരു മിറക്കിളും അതോടൊപ്പം തന്നെ ചിഹ്നങ്ങളും കാണിച്ച നമ്മളെ എല്ലാവരെയും സ്ഥാപിച്ചു. ഈ മനുഷ്യ ലോകത്തിൽ സ്ഥാപിച്ചു, ഞാൻ യഹോവയുടെ പുത്രനാണെന്നും ഞാൻ യഹോവയ്ക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും ആ യഹോവയാൽ നടത്തപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്തു കാണുന്നത്. ആ ഉറച്ച വിശ്വാസ യഹോവയിലും യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതിന് നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരട്ടെ ഈ വചനങ്ങൾ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.